കാട്ടാക്കട കുന്നത്തുകാലിലാണ് തെങ്ങ് കടപുഴകി വീണ അപകടമുണ്ടായത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുകളിലേക്കാണ് ആ തെങ്ങ് കടപുഴകി വീണത്. 2 പേർ മരിച്ചു എന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. പരിക്കേറ്റവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 5 തൊഴിലാളികൾക്കാണ് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നത്. ഈ പറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലിനിടയിൽ വിശ്രമിക്കുകയായിരുന്നവർക്കിടയിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. തെങ്ങ് കടപുഴകി ഉണ്ടായ ഗുരുതരമായ അപകടത്തിൽ 5 പേർക്ക് ഗുരുതരമായ പരിക്ക്, 2 പേർ മരിച്ചു എന്ന ചില സൂചനകൾ കൂടി ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ വാർത്തയാണെന്ന് ഉറപ്പായും പറയാം. ഒരു പാലത്തിനടിയിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മേൽ ഈ തെങ്ങ് കടപുഴകി വീണത് അല്പസമയം മുൻപാണ്. വലിയ പരിക്ക് ഉള്ളവരുണ്ട്. പരിക്കേറ്റവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുമുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. പരിക്കേറ്റവരുടെ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്ന കാര്യം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഈ തെങ്ങാണ് അവിടെ വിശ്രമത്തിലുണ്ടായിരുന്നവരുടെ മുകളിലേക്ക് കടപുഴകി വീണതിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേരെയാണ് കാരക്കോണം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഉണ്ടായത് വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ് എന്ന് ഉറപ്പായും പറയാം. തൊഴിലുറപ്പ് തൊഴിലാളികൾ 40ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ പണിക്കിടയിൽ ചായ സമയമൊക്കെ ഉണ്ട്, വിശ്രമമുണ്ട്. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്നവർക്കിടയിലാണ് ഇടയിലേക്കാണ് തെങ്ങ് കടപുഴകി വീഴുകയും ഈ വലിയ ദുരന്തം, ഈ വലിയ അപകടം ഉണ്ടാവുകയും ചെയ്ത് 2 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മേഘന മുരളി ചേരുന്നുണ്ട്. അപകടം തിരുവനന്തപുരം കാട്ടാക്കടയിലാണ്. തെങ്ങ് കടപുഴകി വീണ് മരിച്ച വാർത്തയുടെ വിവരങ്ങളാണ് മേഘന അല്പസം മുമ്പ് മരിച്ചത്. 2 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 5 പേർക്കാണ് ഗുരുതരമായി പരിക്കുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരുന്നതിൽ 2 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കുന്നത്തുകാലിലാണ് അപകടമുണ്ടായത്. മരിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ചാവടി സ്വദേശികളായ വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത് എന്ന ചില വിവരങ്ങൾ കൂടി ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട്. ചന്ദ്രിക, വസന്ത എന്നിവരാണ് മരിച്ചത്. 2 പേർ മരിച്ചു. അപ്പോൾ വലിയ ദുരന്തമാണ് എന്ന് ഉറപ്പായും പറയാം. സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അവർ രാവിലെ ജോലിക്കായി ഇറങ്ങി. ജോലിക്കിടയിൽ വിശ്രമത്തിനിടയിലാണ് വിശ്രമിച്ചവർക്കിടയിലേക്കാണ് തെങ്ങ് അങ്ങനെ കടപുഴകി വീണത്. ആ തെങ്ങിൻ്റെ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, അത് ഈ പറയുന്ന രീതിയിൽ ദീർഘകാലമായി അങ്ങനെ ഇങ്ങനെ അങ്ങ് പൊടിഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ്റെ മട്ടിലാണ് തോന്നുന്നു ആ തെങ്ങിൻ്റെ കിടപ്പ് കണ്ടിട്ട്. എന്ന് പറഞ്ഞാൽ ആ വീഴ്ചയിൽ തെങ്ങ് ഒടിഞ്ഞ് 2ആയിട്ടുണ്ട്. അവിടെ വിശ്രമത്തിലിരുന്നവരുടെ മുകളിലേക്കാണ് ഈ തെങ്ങ് കടപുഴകി വീണത്. 5 പേർക്കാണ് ഗുരുതര പരിക്ക്, 2 പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സങ്കടകരമായ വാർത്ത. ആ ദൃശ്യങ്ങൾ കൂടി, ആ സങ്കട ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുകയാണ്. അവിടെ ആൾക്കാരൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു പാലം അവിടെയുണ്ട്. ആ പാലത്തിന് മുകളിലേക്ക്, ചെറിയ പാലം പോലെ ഉണ്ട്. ആ പാലത്തിന് മുകളിലേക്കാണോ തെങ്ങ് വീണതെന്നറിയില്ല. എന്തായാലും അവിടെ വിശ്രമത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇടയിലേക്കാണ് ആ തെങ്ങ് വീണത്. മേഘന മുരളി ചേരുന്നു. മേഘന, ഒരു ചെറിയ പാലം പോലെ കാണുന്നുണ്ട്. അതിൻ്റെ സമീപത്തായി ഒടിഞ്ഞ തെങ്ങിൻ്റെ ഒരു ഭാഗവും കാണാൻ കഴിയുന്നുണ്ട്. ഇതിനടുത്തായി വിശ്രമത്തിലിരുന്നവർക്കാണോ പരിക്കേറ്റത് അല്ലെങ്കിൽ മരിച്ചത് മേഘന? ഹാഷ്മി, അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ അപകടത്തിൽ 2 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് 2 പേർ, ചന്ദ്രിക, വസന്ത എന്നിവരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഈ തെങ്ങ് വീണ അപകടം ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ തെങ്ങ് വിശ്രമ സ്ഥലമാണ്. അതായത് ഈ തൊഴിലാളികൾ, ഈ സ്ത്രീകൾ പണിയെടുത്ത് ഈ 11 മണി 11:30 സമയത്ത് ഒരു വിശ്രമിക്കുന്ന പതിവുണ്ട്. അങ്ങനെ തൊഴിലാളികളെല്ലാം 48-ലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ തൊഴിലാളികളൊക്കെ ആ പറമ്പിൽ വിശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിലിപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേർ, അതിൽ 5 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട്. അതിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ചന്ദ്രിക, വസന്ത എന്നിവർ, അവർക്ക് ഇരുവർക്കും 65 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായി തന്നെ പരിക്കേറ്റുണ്ടായിരുന്നു. അവരുടെ തലക്കടക്കം വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ആ 2 പേർ ഇപ്പോൾ മരിച്ചു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ഇനി സ്നേഹലത, ഉഷ എന്നിവർക്കും അതീവ ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ആശുപത്രി വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാകുന്ന വിവരമനുസരിച്ച് 2 പേർ മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ അപകടം ഉണ്ടാകുന്നതും അരമണിക്കൂർ മുന്നേ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്രമത്തിലായിരുന്നു തൊഴിലാളികൾ എല്ലാവരും. അങ്ങനെ ഇവർ തണൽ തേടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. ആ സമയത്താണ് തെങ്ങ് കടപുഴകി വീഴുന്നത്. ഈ തെങ്ങിന് വലിയ കാലപ്പഴക്കം ഉണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ കടപുഴകി വീണ് ഇതിന്റെ കീഴിലിരുന്നിരുന്ന 5 പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ പാറശാല ഫയർഫോഴ്സും വെള്ളറടയിൽ നിന്ന് പോലീസും ഒക്കെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ഫയർഫോഴ്സ് തന്നെയാണ്
ഈ തെങ്ങ് മുറിച്ചു മാറ്റി അടക്കം ഇവരെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന ബാക്കി 3 പേരുടെ അവസ്ഥ കൂടി അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കൂടാതെ ഈ തെങ്ങ് വീഴുന്ന സമയത്ത് ഈ വിശ്രമിക്കുകയായിരുന്ന പലരും ചിതറി ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിതറി ഓടിയും പലർക്കും അപകടം പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം. കുന്നത്തുകാൽ ചാവടി നടയിലാണ് സംഭവം. രാവിലെ 10 മണിക്കാണ് തൊഴിലാളികൾ പണിസ്ഥലത്തെത്തിയത്. അതിനുശേഷം പണി തുടരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായി 11 മണിക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള വിശ്രമത്തിനിടയിലാണ് തെങ്ങ് വീണ് അപകടമുണ്ടാകുന്നത്. ഒരു വലിയ അപകടം തന്നെയാണ്. അതിൽ 2 സ്ത്രീകൾ മരിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിലെ ആശുപത്രി വൃത്തങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. ബാക്കി 3 പേരുടെ അവസ്ഥ കൂടി ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ചന്ദ്രിക, വസന്ത എന്നിവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അവർക്ക് 2 പേർക്കും 65 വയസ്സാണ് പ്രായമെന്ന കാര്യം കൂടി നമ്മൾ അറിയുന്നുണ്ട്. മേഘന മുരളി, ആ ദാരുണ സംഭവത്തിന്റെ വാർത്തകൾ പറയുകയാണ്. തെങ്ങ് വീണ അപകടത്തിൽ 2 പേർ മരിച്ചു. വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. ബാക്കി 3 പേരുടെ പരിക്ക് അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. മൊത്തം 5 പേർക്കാണ് പരിക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. രാവിലെ 11 മണിക്ക് അവർ വിശ്രമിക്കുകയായിരുന്നു. തണൽ തേടി ഒരിടത്ത് പോയിരുന്നതാണ്. അങ്ങോട്ടേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത്. തെങ്ങ് നമുക്ക് ആ ദൃശ്യങ്ങൾക്ക് അതിൻ്റെ ഭാഗം കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം കാലപ്പഴക്കമുള്ള, എനിക്ക് തോന്നുന്നു ദീർഘനാളായി അങ്ങനെ മണ്ട പോയി നിൽക്കുക എന്നൊക്കെ പറയില്ല, എന്ന് പറയുന്ന പോലെ നിൽക്കുന്ന തെങ്ങാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒടിഞ്ഞ ഭാഗമൊക്കെ കണ്ടിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.